നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2024 കോപ്പ അമേരിക്കയിൽ ഞങ്ങളെ റഫറി തോൽപ്പിച്ചതാണ്. കളിയുടെ കാര്യങ്ങളല്ല, പുറത്തു നിന്നുള്ള ഫാക്ടേഴ്സാണ് കൊളംബിയയ്ക്ക് കിരീടം നിഷേധിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാമിസ് റോഡ്രിഗസ് വീണ്ടും ആരോപണം ഉന്നയിക്കുകയാണ്. അദ്ദേഹം ഇതിപ്പോൾ നേരത്തെയും ഉന്നയിച്ചിരുന്നു. വീണ്ടും അത് അദ്ദേഹം ഉന്നയിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. TYC സ്പോർട്സ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇതിൽ പറയുന്നത്, ഞങ്ങൾ കോപ്പ അമേരിക്കയിൽ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ് നടത്തിയിരുന്നത്. പക്ഷേ ചില പുറമേയുള്ള ഫാക്ടറുകൾ കാരണം ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫൈനൽ മത്സരത്തിലെ റഫറി വലിയ രൂപത്തിൽ കളിയിൽ സ്വാധീനം ചെലുത്തി. ഞങ്ങൾക്ക് അനുകൂലമായി ലഭിക്കേണ്ട 1-2 പെനാൽറ്റികൾ അയാൾ തന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ക്ലിയർ പെനാൽറ്റികളായിരുന്നു. ഇതാണിപ്പോൾ കൃത്യമായിട്ട് ആരോപണമായിക്കൊണ്ട് ഹാമിസ് റോഡ്രിഗസ് ഉന്നയിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ കളിച്ചത് വ്യത്യസ്തമായിട്ടുള്ള കുറേ ദൂരെയുള്ള വെന്യൂകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടാണ്. അതേസമയം അർജൻറ്റീനയ്ക്ക് അത്രയധികം ഡാമേജ് അങ്ങനെയുള്ള ട്രാവലുകൾ കൊണ്ട് ആ ടൂർണമെൻറ്റിൽ പറ്റിയിട്ടില്ല. ഞങ്ങൾ മത്സരത്തിന് നല്ല ഫോമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല ഫൈനലാണ് ഞങ്ങൾ കളിച്ചതും. ശരിയാണ്, പെനാൽറ്റിക്ക് 3 മിനിറ്റ്, അതായത് ഷൂട്ടൗട്ടിലേക്ക് എത്തുന്നതിൻ്റെ 3 മിനിറ്റ് മുമ്പ് ഞങ്ങളൊരു ഗോൾ കൺസീഡ് ചെയ്തു. അങ്ങനെയാണ് തോൽക്കുന്നത്. അവർ എല്ലാം വിജയിച്ചു, ശരിയാണ്. പക്ഷേ അവരിത് അർഹിക്കാത്ത ടീം വിജയിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഇതിൽ റഫറിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പെനാൽറ്റി കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഹാമിസ് റോഡ്രിഗസ് പറയുന്നത്. ശരിക്കും അവിടെ അത് സംഭവിച്ചിട്ടുണ്ടോ എന്നതുകൂടി ഇപ്പോൾ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടിലുണ്ട്. അർജൻറ്റീൻ മാധ്യമമാണ് TYC സ്പോർട്സ് എന്ന് സുഹൃത്തുക്കൾ ആലോചിക്കണം. അപ്പോൾ അവരതിൽ പറയുന്നത് ഇതാണ്: ആ മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ അവസാന ഘട്ടത്തിൽ യോൺ കോർഡോബോയെ അലക്സിസ് മാക്കലിസ്റ്റർ സ്റ്റാമ്പ് ചെയ്തിരുന്നു പെനാൽറ്റി ഏരിയയിൽ വെച്ച്. അത് പെനാൽറ്റി വിധിച്ചിട്ടില്ല. അത് റഫറിയും വാറും ഒക്കെ നോക്കിയിട്ട് പെനാൽറ്റി അല്ല എന്ന് തീരുമാനിച്ചതാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ TYC സ്പോർട്സ് പറയുന്നത്. അതാണ് ഇപ്പോൾ അദ്ദേഹം ഒരു പെനാൽറ്റി എന്ന രൂപത്തിൽ ആരോപിക്കുന്നത്. മറ്റൊന്ന്, സെയിം തിങ് ഹാപ്പൻഡ് ലേറ്റർ. വീണ്ടും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. നിക്കോളാസ് ടാഗ്ലിയഫിക്കോ ബോൾ ക്ലിയർ ചെയ്യുന്ന ഘട്ടത്തിൽ ഇതേ സംഭവം തന്നെ ഏതാണ്ട് സംഭവിച്ചിട്ടുണ്ട്. അതായത് അത് കുറച്ചുകൂടി ഒരു പെനാൽറ്റി രൂപത്തിൽ വിളിക്കപ്പെടാവുന്ന തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഫൈനലി ലൗട്രോ മാർട്ടിനസിൻ്റെ ആ ഡിസിസീവായിട്ടുള്ള ഗോളിൽ അർജൻറ്റീന വിജയിച്ച് കയറുകയായിരുന്നു. ഏതായാലും ഹാമിസ് റോഡ്രിഗസ് ഈ ആരോപണം ഉന്നയിക്കുന്നത് തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.